മൈലേജ് ടെസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാൻ നേരത്തെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വാഹനം ഉപയോഗിക്കുന്ന ഒരു 95% പേരും മെയിനായിട്ട് നോക്കുന്നൊരു കാര്യം എൻ്റെ വാഹനത്തിന് എത്ര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളതാണ്. ഞാൻ ബാക്കിയുള്ളൊരു 5% മാറ്റി നിർത്തിയത് വേറൊന്നും കൊണ്ടല്ല. കുറച്ച് പേരെങ്കിലും വാഹനത്തിൽ ജസ്റ്റ് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നു, കുറയുമ്പോൾ പിന്നെയും കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. എന്നാൽ 95% ആൾക്കാരും ഞാൻ ഇന്ന് 2000 രൂപയ്ക്ക് ഫില്ല് ചെയ്തു, ഈ വാഹനം ഇത്ര ആയപ്പോൾ ലോ ഫ്യൂൽ ആയോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതായത് ഫ്യൂൽ എഫിഷ്യൻസി ടെസ്റ്റ് വരെ അവർ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഫ്യൂൽ എഫിഷ്യൻസി ടെസ്റ്റ് അഥവാ ഒരു മൈലേജ് ടെസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാൻ നേരത്തെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ രാത്രി എന്നെ വിളിച്ച്, അപ്പം രാത്രി അവർ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും ചിലർ രാത്രി വിളിക്കുന്നത്. അപ്പോൾ ആ രാത്രി എന്നെ വിളിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്തു. ഞാനൊരു സൊല്യൂഷനും കൂടെ കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെ കൃത്യമായി ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുതരാം. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക, ട്രിപ്പ് 0 ആക്കി ഇടുക. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിലുള്ള ട്രിപ്പ് മീറ്ററിൽ ട്രിപ്പ് A 0 ആക്കി ഇടുക. എയോ ബിയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് 0 ആക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഫുൾ ഡ്രൈവിന് വേണ്ടി എടുക്കുക വാഹനം. ഏകദേശം ഒരു 100 കിലോമീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്ററെങ്കിലും വാഹനം ഫുൾ ഡ്രൈവ് ചെയ്യുക. ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നെക്ക് ലെവലാണ് ഓർത്തോണം. അതായത് വാഹനം ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കിയിട്ടൊക്കെ ഫ്യൂൽ ഫില്ല് ചെയ്തോണം. ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്ത് പറയാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം. അപ്പം വാഹനത്തിൽ ഫുൾ ടാങ്ക് അതായത് നെക്ക് ലെവൽ വരെ ഫ്യൂൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം ഒരു 100 അല്ലെങ്കിൽ 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുക. പിന്നെയും ഫ്യൂൽ ഫില്ല് ചെയ്യുക. അപ്പോൾ 150 കിലോമീറ്റർ കൃത്യമായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ട്രിപ്പ് ഇടാൻ പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ ഫ്യൂല് രണ്ടാമത് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര ലിറ്റർ ഫ്യൂല് കയറിയെന്ന് നോക്കുക. ആ ലിറ്റർ നമുക്ക് കിലോമീറ്റർ ഓടിയിരിക്കുന്ന വെച്ച്, അതായത് ഇപ്പം 150 കിലോമീറ്റർ ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എക്സാക്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി അവിടെ അറിയാൻ സാധിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള രീതിയാണ്. അതായത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഒരു കുഴപ്പവും നിങ്ങളുടെ വാഹനത്തിന് വരുന്നതായിരിക്കത്തില്ല. പക്ഷേ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് വാഹനത്തിൽ ഫ്യൂൽ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്നൊരു പരിപാടിയാണ്. 2 ലിറ്റർ പെട്രോൾ വാഹനത്തിനകത്ത് വയ്ക്കും, അഥവാ ഡീസൽ വാഹനത്തിനകത്ത് വയ്ക്കും. അതിനുശേഷം വാഹനത്തിൻ്റെ ഫ്യൂല് തീരുന്നത് വരെ ഓടിക്കും. സപ്പോസ് എത്ര കിലോമീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്ത് ആ ഫ്യൂല് തീർക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. കയറ്റം ഇറക്കമാണെന്നുണ്ടെങ്കിൽ ഫ്യൂല് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ലെവലിന് വ്യത്യാസം വരും. ഒരു കയറ്റം കയറുന്ന സമയത്ത് ഫ്യൂല് ഈ ടാങ്ക് ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടാങ്ക്, ഒരു വാഹനം മേലോട്ട് കയറുമ്പോൾ ഈ ഫ്യൂല് ഫുൾ ഒരു സൈഡിലോട്ട് വരും. പമ്പിന് വലിച്ചാൽ കിട്ടത്തില്ല, കൃത്യം കണക്കറിയാൻ പറ്റത്തില്ല. അത് തെറ്റായൊരു ധാരണയാണ്. അതൊന്ന്. രണ്ടാമത്തെ തെറ്റെന്നാണെന്നറിയോ, ഇതിനകത്തുള്ള ഫ്യൂല് തീർന്നു കഴിയുമ്പോഴത്തേക്കും ലൈൻസിലോട്ട് എയർ കയറും. ലൈനിൽ എയർ കയറി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫ്യൂൽ ലൈൻസും ഫ്യൂൽ ഗാലറീസും കാര്യങ്ങളൊക്കെ എംറ്റി ആകും. അങ്ങനെ എംറ്റി ആയാൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ECMലോട്ട് സെൻസ് ചെയ്യില്ല, അല്ലെങ്കിൽ ECM സെൻസ് ചെയ്യും വാഹനത്തിൻ്റെ ഫ്യൂൽ ലൈൻസിൽ ഫ്യൂൽ ഇല്ല എന്ന് സെൻസ് ചെയ്യും. നമ്മൾ പിന്നെയും വാഹനം പുതിയ പെട്രോളൊക്കെ ഒഴിച്ചതിന് ശേഷം ഇട്ടിങ്ങനെ അടിക്കുകയായിരിക്കും. അതായത് ക്രാങ്ക് ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അന്നേരം ഈ ഫ്യൂല് ടാങ്കിൽ നിന്നും ഫ്രണ്ട് വരെ കയറി വരാനുള്ളൊരു ടൈം എടുക്കും. നമ്മൾ ലോഡ് പോലും ചെയ്യാറില്ല, പലരും ലോഡ് ചെയ്യാതെയാണ് ഫില്ല് ചെയ്യുന്നത്. മീൻസ് ലോഡ് ചെയ്യാതെയാണ് കീ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അടിച്ച് ഒരു 4 or 5 ക്രാങ്കിങ് കഴിയുമ്പോൾ വാഹനത്തിൻ്റെ ECM പമ്പിനെ ഓഫ് ചെയ്യും. അതായത് ഫ്യൂൽ പമ്പിനെ ഓഫ് ചെയ്യും. ഇലക്ട്രിക്കലായിട്ടാണ് ഓഫ് ചെയ്യുന്നത്. അതായത് റിലേയിലോട്ടുള്ള സർക്യൂട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എത്ര ലിറ്റർ ഫ്യൂല് കൊണ്ട് ഒഴിച്ചെന്ന് പറഞ്ഞാലും നിറഞ്ഞു കഴിഞ്ഞാൽ പോലും പമ്പ് വർക്ക് ചെയ്യത്തില്ല. പ്രശ്നമാണ്. അന്നേരം സിമ്പിളായിട്ട് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നെഗറ്റീവ് ഊരി വിട്ട് പിന്നെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും. ഊരി വിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് കണക്ട് ചെയ്താൽ ഓക്കെ ആകും. പക്ഷേ ആ ഒരു പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ലൈൻസിൽ ഫ്യൂൽ ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്താണെങ്കിൽ പോലും, എഞ്ചിനകത്ത് ഒരു ചെറിയ ലൂബ്രിക്കേഷൻ ഒരു ഫംഗ്ഷനും നമ്മുടെ ഫ്യൂവൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലോ ഫ്യൂവൽ വാഹനം ഓടിക്കരുത്. മൈലേജ് നോക്കാനാണെങ്കിലും ഫ്യൂവൽ തീരുന്നത് വരെ ഓടിക്കാൻ ശ്രമിക്കരുത്. ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ പമ്പിന് പണി കിട്ടാം, പിന്നെ പമ്പ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഓൺ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല വേറെ ലൈൻസിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും. ഇനി ഏതെങ്കിലും രീതിക്ക് ഫ്യൂൽ ടാങ്കിനകത്ത് അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഫ്യൂൽ ഫിൽറ്റേഴ്സ് പെട്ടെന്ന് അടഞ്ഞു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ലോ ഫ്യൂവലിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കരുത്. ഇനി അഥവാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നിങ്ങൾ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി 2 ലിറ്ററേ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നും ആകത്തില്ല. മിനിമം ഒരു 5 ലിറ്ററെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഒറ്റയടിക്ക് കയറി സ്റ്റാർട്ട് ആകത്തില്ല. വാഹനത്തിൽ കയറുക, ഇഗ്നീഷൻ ഓൺ ആക്കുക. അതായത് മീറ്ററിൽ ലൈറ്റ് എല്ലാം കാണിക്കുന്നതാണ് ഇഗ്നീഷൻ ഓൺ ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാകുന്നത്. ഇഗ്നീഷൻ ഓൺ ആക്കുക, 10 സെക്കൻഡ് അങ്ങനെ ഇരിക്കുക, പിന്നെ ഇഗ്നീഷൻ ഓഫ് ചെയ്യുക, ഒന്നുകൂടി ഇഗ്നീഷൻ ഓൺ ചെയ്യുക, 10 സെക്കൻഡ് അങ്ങനെ ഇരിക്കുക. ഇതുപോലൊരു 5-6 തവണ ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, അഥവാ ക്രാങ്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഒരു കാരണവശാലും ഇനി മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ടാങ്ക് ഫുള്ള് എംറ്റി ആക്കാനുള്ള പരിപാടി ഇനി ചെയ്യരുത്. അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്കും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും മൈലേജ് നോക്കാൻ വേണ്ടി നിങ്ങളുടെ ടാങ്ക് എംറ്റി ആക്കാൻ നോക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കും.